ഹരി ഓം. ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തുലാം രാശിയുടെ ഈ ജനുവരി മാസഫലമാണ്. നമുക്കറിയാം 2026 പുതുവർഷം വരികയാണ്. ഒത്തിരി ആഗ്രഹത്തോടെയും ഒത്തിരി പ്രതീക്ഷയോടെയും ഒത്തിരി സ്വപ്നത്തോടെയാണ് നമ്മൾ ഈ പുതുവർഷത്തെ നോക്കി കാണുന്നത്, അല്ലേ? അപ്പം നമുക്ക് ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഇന്ന് തുലാം രാശിയെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ തുലാരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു മാസം, അതായത് ഈ വർഷത്തിന് തുടക്കമാണ് തുലാരാശി എന്ന് പറയുന്നത്, അല്ലെ? ചിത്തിര, ചോതി, വിശാഖം, മുക്കാടങ്ങുന്ന 2 നക്ഷത്രമാണ് തുലാരാശി എന്ന് പറയാം. ഈ തുലാരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ 6ാം ഭാവത്തിലാണ് ശനി നിൽക്കുക എന്ന് പറയുന്നത്. 9ാം ഭാവത്തിൽ വ്യാഴവും, അതുപോലെ തന്നെ നമ്മുടെ മാസത്തിന് തുടക്കത്തില് 3 സൂര്യന്, കുജന്, ബുധന്, ശുക്രനും. അത് മാസപ്പകുതിക്ക് ശേഷം, അതായത് നമുക്ക് ജനുവരി 15 എടുക്കാം. അപ്പം 14, 15, 16, 17 എന്താണ് എല്ലാ ഗ്രഹങ്ങളും മകരരാശിയിൽ, അതായത് തുലാ രാശിക്ക് 4ാം രാശിയിലേക്കാണ് സ്ഥിതി ചെയ്യുന്നത് പറയുന്നത്. ശരിക്കും നമുക്ക് അനുകൂലമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ജനുവരി 15 ശേഷം നമുക്ക് എടുക്കാം. അതായത് മാസപ്പകുതിക്ക് ശേഷമാണ് നമുക്ക് കുറച്ചുകൂടി അനുകൂലമായ ഒരു സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു സഹായമായിട്ട് കിട്ടുക എന്ന് പറയുന്നത്. നമുക്ക് 3ാം ഭാവത്തിൽ ഈ ഗ്രഹങ്ങൾ നിൽക്കുമ്പം നമുക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടുക, നല്ല നല്ല പുരോഗതികൾ, അല്ലെങ്കിൽ നല്ല നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് ഹെൽപ്പ് കിട്ടുക, സഹായങ്ങൾ കിട്ടുക, നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല ആളുകളെ കാണാൻ സാധിക്കാം, ഇതിനൊക്കെ യോഗം പറയാം. എന്നാലും നമുക്ക് ആ മാസപകുതിക്ക് ശേഷം കുറച്ചുകൂടി നമുക്കൊരു അനുകൂലമായ അവസ്ഥ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊഴിലിന് വേണ്ടി പരിശ്രമിക്കുകയാണ്, കുറച്ച് കാലമായിട്ട് നമ്മൾ അന്വേഷണം നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാസപകുതിക്ക് ശേഷം ആ ജോലി കിട്ടാനുള്ള, അല്ലെങ്കിൽ റിസൾട്ട്, നമുക്കൊരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മളെ വിളിച്ചിട്ടൊന്നുമില്ലെങ്കിൽ അത് കിട്ടാനുള്ള ചാൻസ്, പ്രോബബിലിറ്റി കൂടുതലായിട്ടുള്ള ടൈമാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുരോഗതികളൊക്കെ പ്രതീക്ഷിക്കാൻ നമുക്ക്. പക്ഷെ പെട്ടെന്ന് അങ്ങാവില്ല, കുറച്ച് ഡിലേ, കുറച്ച് താമസങ്ങളൊക്കെ വരുത്താനുള്ള സാധ്യത നമുക്ക് ഈ ഒരു മാസം തള്ളിക്കളയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായ പുരോഗതികൾ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സഹായങ്ങളൊക്കെ എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള യോഗം, കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയാനുള്ള യോഗമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ജനുവരി 2026 പറയാവുന്നതാണ് തുലാരാശിക്കാർക്ക് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ കുടുംബം, ഫാമിലി ലൈഫൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വിവാഹമൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിവാഹത്തിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാൻ, വിവാഹ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാനൊക്കെ അനുകൂലമായ മാസമാണ് എന്ന് പറയുന്നത്. അതുപോലെ പ്രണയത്തിലുള്ളവർക്ക് വിവാഹത്തിലേക്ക് മാറ്റാനൊക്കെ നല്ല സമയമാണ്. അതേപോലെ തന്നെ നല്ല ജീവിത പങ്കാളിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു മാസമാണ് ജനുവരി മാസം എന്ന് പറയുന്നത്. കുടുംബജീവിതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു ഐക്യം, രമ്യമായി പോവുക, അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെ ഒരു സമാധാന അവസ്ഥ, ഒരു സന്തോഷമായ ഒരു ചുറ്റുപാടുകളൊക്കെ നമുക്ക് ചുറ്റും വരുന്നൊരു സാഹചര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു പറയുകയെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് ശരിക്കും പല സമയത്തും നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പം മറ്റുള്ളവരിൽ നിന്ന് അംഗീകരിക്കുക. ഇപ്പം ജോലിക്കും വീട്ടിലെ ജോലി കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള ഓർഗനൈസേഷനോട് കിട്ടും. ഇനി അതെല്ലാം നിങ്ങൾ ഒരു ഹോം മേക്കർ മാത്രമാണ്, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നൊരു കുടുംബസ്ഥ ആയെങ്കിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് നല്ലൊരു അപ്രീഷിയേഷൻസ് കിട്ടുക, ഓരോ ചെറിയ ഗിഫ്റ്റുകൾ കിട്ടുക, നമുക്ക് സന്തോഷം തരുന്ന കുറച്ച് നിമിഷങ്ങൾ ഈ ഒരു ജനുവരി മാസത്തിൽ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് ഈ ടൈം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ നേടാൻ കഴിയുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. സോ പഠന റിലേറ്റഡ് ആയ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി നല്ല പ്ലാനുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം എന്ന് പറയുന്ന ശരിക്കും നല്ല നേട്ടങ്ങളെയും നല്ല വിജയങ്ങളെയും നമുക്ക് നേടാൻ സഹായിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ജനുവരി 2026 എന്ന് പറയുക. അതേപോലെ തന്നെ നമുക്ക് നമ്മളെ ആരോഗ്യാവസ്ഥ നമുക്ക് നോക്കാം, അല്ലെ? ആരോഗ്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ നല്ലൊരു ആരോഗ്യം ഉള്ളൊരു സ്ഥിതിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മളാൽ പോയി ചെറിയ അപകടങ്ങൾ പിടിച്ചു വരുത്താൻ, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലാതെ മറ്റു തരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണാത്തൊരു മാസമാണ് ഈ ജനുവരി 2026 എന്ന് പറയുന്നത്. അടുത്തൊരു സീനിയേഴ്സ്, അതായത് ഒരു 55, 50, 60 വയസ്സ് മുകളിലേക്കൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്കൊരു അല്ലെങ്കിൽ ഒരു യുവത്വം തിരിച്ചു വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി എനർജി, ഒരു നല്ലൊരു ഉന്മേഷം കിട്ടുന്ന ഒരവസ്ഥ, നമുക്ക് കുറച്ചുകൂടി ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്ന അവസ്ഥ, നമുക്ക് കുറച്ചുകൂടി നന്നായി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിലൊരു സന്തോഷം, അതിപ്പോൾ ആരോഗ്യത്തിന്റെ സ്ഥിതിയിലും കുടുംബത്തിന്റെ റിലേറ്റഡ് ആയിട്ട് നോക്കിയാൽ, ഇതിനൊക്കെ നമുക്ക് നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ സന്തോഷം, ഹാപ്പിനെസ്
നിറഞ്ഞ ചുറ്റുപാടുകളൊക്കെ നമുക്ക് ചുറ്റുണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള മാസമാണ് ഈ 2026 ജനുവരി മാസം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇതൊരു പൊതുഫലമാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ രാശിയുടെ ഫലമായിരിക്കും. ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ട് കിട്ടും നിങ്ങൾ ജനിച്ച ലഗ്നം കൂടി ഒന്ന് കണക്കിലെടുത്തിട്ട് അതിൻ്റെയും കൂടി ഫലം ഒന്ന് കാണുമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന രാശി വെച്ചിട്ടായിരിക്കും, അതായത് നിങ്ങളുടെ നക്ഷത്രം ചിത്തിര, ചോതി, വിശാഖം, മുക്കാലിലടങ്ങുന്ന ഏതെങ്കിലും നക്ഷത്രമായിരിക്കും. ഓക്കെ, ഇനി അതല്ല നിങ്ങൾ ജനിച്ചപ്പം നമ്മുടെ ജാതകത്തിൽ ല എന്നൊരു അക്ഷരം ഉണ്ടായിരിക്കും. ഓക്കെ, ആ അക്ഷരം ഉള്ള ഒരു രാശി ഉണ്ടാവില്ല. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയുമെങ്കിൽ മേടം ലഗ്നത്തിലാണ് ജനനം എന്ന് വിചാരിക്കുക. അതായത് മേടം രാശിയിൽ അവിടെ ല എന്ന് ഇതുണ്ടാവും. അപ്പൊ ആ മേട രാശിയുടെ ഫലവും കൂടെ ഒന്ന് എടുത്ത് കണ്ടോളൂ, നിങ്ങൾക്ക് കുറച്ചുകൂടെ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണം ആ രീതിയിൽ നിങ്ങൾക്ക് ലഗ്നം വെച്ചും രാശി വെച്ചും കാണാവുന്ന രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് അത് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നമ്മളിലേക്ക് കണക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം നമുക്കറിയാം ഈ ഒരു രാശിയിൽ കുറെ ആളുകൾ ജനിക്കുന്നുണ്ട് അല്ലേ, പക്ഷെ അവിടെ നമ്മൾ ഒരു കോമ്പിനേഷൻ കൂടി ആഡ് ചെയ്യുന്നു, നമ്മുടെ ലഗ്നത്തിനെയും കൂടി ആഡ് ചെയ്യുന്നു. അവിടെയും അതേപോലെ എന്താണ് കുറെ പേരുണ്ടാവും. അവിടെ നമുക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയി കിട്ടുന്നതാണ് നമ്മുടെ ബർത്ത് ചാർട്ട് നോക്കുമ്പോഴാണ്. ബർത്ത് ചാർട്ട് നോക്കി ഗോചരം കൂടി ചിന്തിക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻസിലേക്ക് എത്തുക എന്ന് പറയാം. മറ്റേ നമുക്കൊരു പൊതുഫലമായിട്ട് മാത്രമേ എടുത്തു പറയാമല്ലോ. എന്നാലും അതൊന്ന് പയ്യെന്തായിരുന്നു ഒന്ന് നാരോ ഡൗൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നുകൂടി കുറയ്ക്കുന്നു. നമ്മൾ കുറച്ചൊരു ഹ്യൂജ് ആയിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി നമ്മളൊന്ന് കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ ലഗ്നം കൂടി നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. പിന്നെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഒരു എളുപ്പം വരെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ ഫാമിലി തന്നെ ഇപ്പം നിങ്ങൾ എന്താണ് അച്ഛൻ, അമ്മ, മക്കൾ ഈ ഒരു ഇത് എടുക്കുക. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഒന്നെങ്കിൽ അച്ഛനാണല്ലേ, അമ്മയാണ് അല്ലെ, മക്കൾ ആരെങ്കിലും ഒരാൾ, നിങ്ങൾ 3 പേരിലോ അല്ലെങ്കിൽ 4 പേരിലോ ഒരാൾ കാണുന്നു. സോ മറ്റുള്ളവരുടെയും കൂടി ഈ ലഗ്നവും എന്താണ് രാശി കൂടി ഒന്ന് കാണുന്നത് മനസ്സിലാക്കുക. അപ്പൊ ഏകദേശം നിങ്ങളുടെ ഈ ഒരു വീട്ടില് മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു അവസ്ഥ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ഓവറോൾ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൊരാൾക്ക് ഒരു സാമ്പത്തികമായ നഷ്ടത്തിന് ഒരു സൂചന ഉണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് ചിലവിനൊരു സൂചന ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ അവർക്കൊരു വരുമാനം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലായിരിക്കണം ചിലവ് ചിലപ്പോൾ പോകേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ ഏത് എനർജിയാണ് കൂടി നിൽക്കുന്നത്, ഏത് എനർജിക്കാണ് കൂടുതലായിട്ടുള്ള റിസൾട്ടിന് ധാരാളം കപ്പാസിറ്റി ഉള്ളതനുസരിച്ച് അവിടുത്തെ ആ പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ റിസൾട്ടിലേക്കുള്ള വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്കിപ്പോൾ ഏത് ദശ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഏത് അപകാരമാണൊക്കെ മനസ്സിലാക്കി അത് നമുക്ക് സപ്പോർട്ടീവ് ആണോ അല്ലെങ്കിൽ അൺസപ്പോർട്ടിങ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഗോചരഫലം ചിന്തിക്കുക. അല്ലാതെ ദോഷഫലങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് പേടിക്കണം, നല്ല ഫലങ്ങൾ കാണുമ്പോൾ ഓവർ എക്സ്പെക്ടേഷൻസ് ചെയ്യാനോ പാടില്ല. അത് എന്താണ് നമ്മുടെ ദശ ഏതാന്ന് നോക്കി അത് മനസ്സിലാക്കുക, നമ്മുടെ ജാതകത്തിൽ എങ്ങനെയുണ്ട് ഓരോ ഗ്രഹങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വ്യക്തിയുടെ ആയിട്ടുള്ള പ്രഡിക്ഷൻസിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് നമ്മുടെ ഈ ഒരു തുലാം രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പുതുവർഷത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. പുതിയ തുടക്കമാണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ 2025 കുറെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു, കുറെ കാര്യങ്ങൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു, കുറെ കാര്യങ്ങൾ നമുക്ക് പെൻഡിങ് ഇടേണ്ട വന്നു. അപ്പൊ ഈ വർഷം നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കുറെ സ്വപ്നം, പുതിയ കുറെ ഗോൾസ്, പല ഗോൾസിന് എന്തെങ്കിലും കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ വർഷം നടത്തിയെടുക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈശ്വര ആരാധന നടത്തുക, നമ്മൾ പറ്റുമ്പോഴൊക്കെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് നമ്മളൊരു ചെറിയ പോസിറ്റീവ് എനർജി നമ്മുടെ കൂടെ തന്നെ എപ്പോഴും നിർത്തുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നിത്യേന വിളക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നിത്യേന നമ്മൾ എന്ത് ചെയ്യുക, ആരാധിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ വിശ്വാസം എന്താണോ ആ രീതിയിൽ നമ്മൾ ചെയ്യുക, ആചരിച്ചു വരിക. അപ്പൊ നമുക്ക് എന്താണ് അതിനനുസരിച്ചുള്ള ഒരു പോസിറ്റിവിറ്റി, അതിനനുസരിച്ചുള്ള എനർജി കൂടി നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫ് സയൻസ് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.